Hello all. Cbse class 8ന്റെ സയൻസിലുള്ള 4 ചാപ്റ്ററായ മെറ്റീരിയൽസ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അതിൽ മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും യൂസ് നമ്മൾ ഓൾറെഡി നോക്കി കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ സാധാരണ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു കഴിയുന്നതും പിള്ളേരെല്ലാവരും കെമിസ്ട്രി വെറുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് നിങ്ങൾ കുറെ ഫോർമുലകൾ പഠിക്കാൻ പോകുന്നത്, കുറെ റിയാക്ഷൻസ് കാണാണ്ട് പഠിക്കാനുണ്ടാവും. അപ്പൊ അതൊക്കെ കഴിയുമ്പോ തന്നെ നിങ്ങൾക്ക് കെമിസ്ട്രി എടുത്ത് ഒരു വെറുപ്പ് വരും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര കെമിസ്ട്രിയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഫോർമുല എഴുതാൻ അറിഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ പ്രോപ്പർ ആയിട്ട് കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയിട്ട് ഗസ് ചെയ്യാനൊക്കെ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററില് കുറച്ച് കാര്യങ്ങൾ നമുക്ക് തൽക്കാലം ആദ്യം ഒന്ന് കാണാതെ പഠിക്കാം. ഇതിനേക്കാളും ഇതിലിപ്പോ നിങ്ങൾക്ക് ബേസിക്സ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, വെറുതെ നമ്മൾ കാണാണ്ട് പഠിച്ചിട്ട് പോവാണ് ചെയ്യാൻ. ഇതിൽ കുറെ ഫോർമുല കാണാണ്ട് പഠിക്കാനുള്ളത്. പക്ഷെ 9th ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് എഴുതുന്നതെന്ന്. അത് പക്ക നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കെമിസ്ട്രി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കെമിസ്ട്രി ഒരു ബുദ്ധിമുട്ടും 10th പോകുമ്പോഴും 11th 12th അത്യാവശ്യം എളുപ്പമായിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ആദ്യം കാണാണ്ട് പഠിക്കണം. ലൈക്ക് ഓക്സിജന്റെ ഫോർമുല എന്താ? ഓക്സിജനെ നമ്മൾ ചുരുക്കിയിട്ട് O2, ഓക്സിജൻ ഗ്യാസിന്, എയറിലുള്ള ഓക്സിജന് നമ്മൾ O2 എന്നാണ് എഴുതുക. അയണിനെ Fe എന്നാണ് എഴുതുന്നത്. ഓക്സിജനെ O2, അയണിനെ Fe, വാട്ടറിനെ H2O. ഓക്സിജൻ O2, വാട്ടർ H2O, അയൺ എന്ന് പറയുന്നത് Fe, മെഗ്നീഷ്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ Mg, മെഗ്നീഷ്യം Mg. അതേസമയം റസ്റ്റ്, നമ്മുടെ തുരുമ്പുണ്ടല്ലോ, തുരുമ്പിന് Fe2O3.xH2O, Fe2O3.xH2O. X ചെറുതാണ്, Fe2O3.xH2O. F ക്യാപിറ്റൽ, E ചെറുത്, 2 താഴെ എഴുതണം, O വലുത്, 3 താഴെ എഴുതണം, ഡോട്ട് എക്സ് ചെറുത്, H2O സാധാരണ പോലെ H ഉണ്ട്, 2 താഴെ എഴുതണം, O. ഓക്കെ, O ക്യാപിറ്റൽ തന്നെയാണ്. കോപ്പറിനെ Cu എന്നാണ് എഴുതുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണിന്റെ സിമ്പിൾ C ആണ്. ഡൈ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 2 ഓക്സിജൻ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ CO2 വരും, കാർബൺ ഡൈ ഓക്സൈഡ്. അതേപോലെ കോപ്പർ ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടാവും. ഓക്കെ, കോപ്പർ എന്ന് പറയുന്നത് Cu ഉണ്ടാവും. Cu ഇതിന്റെ ബ്രാക്കറ്റിൽ OH ഇട്ടിട്ട് അതിന്റെ താഴെയാണ് OH ട്വൈസ് എന്ന് വരിക. കോപ്പർ കാർബണേറ്റ്, അപ്പൊ കോപ്പർ ഉണ്ട്. കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും CO3 ഉണ്ടാവും. അപ്പൊ CuCO3, കോപ്പർ കാർബണേറ്റ്. മെഗ്നീഷ്യം ഓക്സൈഡ്, അപ്പൊ മെഗ്നീഷ്യവും ഓക്സൈഡ്, ഓക്സിജൻ MgO. സൾഫർ ഡൈ ഓക്സൈഡ്, സൾഫർ S. ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ O2, 2 ഓക്സിജൻ ഉണ്ട്, ഡൈ ഓക്സിജൻ ഉണ്ട്, അപ്പൊ SO2. സൾഫർ ട്രൈ ഓക്സൈഡ്, 3 ഓക്സിജൻ ഉണ്ട്, SO3. സൾഫ്യൂറസ് ആസിഡ്, ആസിഡ്സിൽ എപ്പോഴും H ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ, ഈ SO3യുടെ കൂട്ടത്തിലെ ഹൈഡ്രജൻ, അപ്പൊ H2SO3 ആണ് സൾഫ്യൂറസ് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ സോഡിയം Na, സോഡിയം ഹൈഡ്രോക്സൈഡ്, നമ്മൾ നേരത്തെ പറയില്ല, ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും OH ഉണ്ടാവും. സോഡിയം എന്ന് പറഞ്ഞാൽ Na ആണ്, അപ്പൊ NaOH. ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ H2. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H2SO4. സൾഫ്യൂറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ H2SO3. സൾഫ്യൂരിക് ആസിഡ് H2SO4. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl. നൈട്രിക് ആസിഡ് HNO3. കോപ്പർ സൾഫേറ്റ് CuSO4. സിങ്ക് Zn. സിങ്ക് സൾഫേറ്റ്, കണ്ട സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ SO4 എന്ന് വരും. കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CuSO4. സിങ്ക് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ZnSO4. അപ്പൊ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്? എല്ലാ ദിവസവും 5 എണ്ണം വീതം കാണാതെ പഠിക്കണം. എന്നിട്ട് തലേ ദിവസം പഠിച്ചതും കൂടി വീണ്ടും പറഞ്ഞു നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇതെല്ലാം എപ്പോഴും ഓർമ്മ നിൽക്കും. അപ്പൊ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെയാ പഠിക്കാൻ പോണെന്ന് അറിയാം. നമ്മൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? എങ്ങനെയാണ് ഓരോരുത്തരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുറെ ദിവസം ഇപ്പൊ ഇരുമ്പ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോഴത്തേക്കും തുരുമ്പ് പിടിക്കും അല്ലെ. ഈ പറയുന്ന പോലെ നല്ല ഒരു നമ്മള് സിൽവറിന്റെ പാദസരം വാങ്ങിച്ചെന്ന് വെച്ചാൽ കുറെ കഴിയുമ്പോഴത്തേക്കും നല്ല കറുത്ത കളറിലുണ്ടാവും. അതേപോലെ തന്നെ നല്ല കോപ്പറിന്റെ ഒരു പാത്രം വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോഴത്തേക്കും പച്ച കളറിലുണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്താ സാധനം? അതിന്റെ രൂപം മാറിയല്ലോ. അപ്പൊ എങ്ങനെയാണ് രൂപം മാറുന്നത്?
എന്നുള്ളതാണ്. അത് എന്താ സംഭവിക്കുന്നത്, അതൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് സംഭവിക്കുന്നത്. അതേസമയം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരുന്നു, ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സൈസ് മാറ്റാൻ പറ്റുന്നത്, അതേപോലെ തന്നെ ഉണ്ടയാക്കുന്നത്, അതേപോലെ തന്നെ വലിയ നൂലാക്കണം, അതിനെ കുറിച്ചിട്ടൊക്കെയാ പറയണത്. പക്ഷെ ഇതിൽ ആളെ മാറിപ്പോകും എന്ന് പറയാണ്. അപ്പൊ ഇതിൽ ആരുടെയൊക്കെ കൂടെയുള്ള റിയാക്ഷൻ പഠിക്കാനുള്ളതെന്ന് അറിയോ, ഒരെണ്ണം ഓക്സിജൻ, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എയർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ആദ്യം പഠിക്കാനുള്ളത്, ഓക്സിജൻ ആയിട്ടുള്ള റിയാക്ഷൻ, പിന്നെ നമ്മൾ വെള്ളമായിട്ടുള്ള റിയാക്ഷൻ, പിന്നെ ആസിഡ്സ് ആയിട്ടുള്ള റിയാക്ഷൻ, പിന്നെ നമ്മൾ എന്താ പഠിക്കാൻ പോണേ, ബേസ് ആയിട്ടുള്ള റിയാക്ഷൻ, അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ടൈപ്പ് റിയാക്ഷൻ. ഇത്ര എണ്ണാണ് പഠിക്കാനുള്ളത്, ഓക്സിജൻ, വാട്ടർ, ആസിഡ്സ്, ബേസ്, ഡിസ്പ്ലേസ്മെന്റ്, ഇത്രയും റിയാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. മറ്റേ സംഭവം കാണാതെ പഠിച്ചിട്ട് വരണേടെ പിള്ളേരെ അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പം ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്ന് പോസ് ചെയ്തിട്ട് അതൊന്ന് നല്ലോണം നോക്കാം. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, അയൺ ആർട്ടിക്കിൾസ് എല്ലാം, അയൺ ആർട്ടിക്കിൾസിനെ നമ്മൾ കുറെ കാലം ഇപ്പൊ പുറത്ത് വെക്കുകയാണെന്ന് വിചാരിച്ചോളൂ, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അതിൽ തുരുമ്പ് വരാൻ തുടങ്ങും. അതെന്താ കാര്യം, അയൺ എന്ന് പറയുന്ന സാധനം മോയിസ്റ്റ് എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓക്സിജൻ ഉണ്ട് അറ്റ്മോസ്ഫിയറിൽ, വെള്ളം ഉണ്ട്, അപ്പൊ ഓക്സിജനും വെള്ളവും കൂടിയ എയറിനെയാണ് മോയിസ്റ്റ് എയർ എന്ന് പറയാം. അപ്പൊ മോയിസ്ചറുമായിട്ട് റിയാക്ട് ചെയ്യും, മോയിസ്റ്റ് എയറുമായിട്ട് റിയാക്ട് ചെയ്യും. അതായത് അയണും ഓക്സിജനും വെള്ളവും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, റസ്റ്റ് എന്ന് പറയുന്ന തുരുമ്പ് ഉണ്ടാവും. തുരുമ്പ് എന്ന് പറഞ്ഞാൽ Fe2O3.XH2O എന്നാണ് റസ്റ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഓക്സിജൻ ആയിട്ട് എങ്ങനെ റിയാക്ട് ചെയ്തു എന്ന് മനസ്സിലായോ, അയൺ റിയാക്ടഡ് വിത്ത് ഓക്സിജൻ ടു ഫോം ഓക്സൈഡ് ഓഫ് അയൺ. ദിസ് ഇസ് ഓക്സൈഡ് ഓഫ് അയൺ. ഓക്കെ, അതേപോലെ മെഗ്നീഷ്യത്തിനെ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ, ഏതൊരു സാധനം കത്തുകയാണെങ്കിൽ, whenever a substance burns in air, that means it is reacting with oxygen. ഏതൊരു reacting with oxygen, whenever a substance is burning, it means it is reacting with oxygen. അപ്പൊ മെഗ്നീഷ്യം റിബണിനെ നമ്മളെ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ it reacts with oxygen to give magnesium oxide, metal oxide തരും. So magnesium ribbon burning means magnesium is reacting with oxygen, that means Mg plus O2 എന്ന് നമ്മൾ ഒരു റിയാക്ഷൻ എഴുതണം. magnesium is reacting with oxygen എന്ന് പറഞ്ഞാൽ Mg plus O2 will give you metal oxide. ഏതാ മെറ്റൽ ഇവിടെ, മെഗ്നീഷ്യം ആണ് മെറ്റൽ, മെഗ്നീഷ്യം ഓക്സൈഡ് MgO. അതേസമയം അയൺ റിയാക്ടഡ് വിത്ത് ഓക്സിജൻ, ഓക്സിജന്റെ കൂട്ടത്തിൽ വെള്ളം കൂടി ഉണ്ടെങ്കിൽ റസ്റ്റ്, അതായത് അയൺ ഓക്സൈഡ് Fe2O3.XH2O നെയാണ് റസ്റ്റ് എന്ന് പറയാം. അതേപോലെ ഈ മെഗ്നീഷ്യം ഓക്സൈഡിനെ എനിക്ക് വെള്ളത്തിൽ അലിയിപ്പിക്കാൻ പറ്റും. അപ്പൊ നേരത്തെ പോലെ വെള്ളം ഉണ്ടെങ്കിൽ ഇത് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ OH എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും, MgOH ട്വൈസ്. അതെന്തിനാ നമ്മളിപ്പോ ഈ വെള്ളത്തിൽ അലിയിക്കാൻ പോയെന്നുള്ളത് നമ്മളിപ്പോ നോക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതേപോലെ കോപ്പർ മോയിസ്റ്റ് എയറുമായിട്ട് റിയാക്ട് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ക്ലാവ് പിടിക്കുക എന്ന് പറയില്ലേ, ഒരു ഡള്ളായിട്ടുള്ള ഒരു ഗ്രീൻ കോട്ടിങ് വരും. അപ്പൊ മോയിസ്റ്റ് എയറിൽ ആരൊക്കെ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, വാട്ടർ ഉണ്ട്. കോപ്പറിന്റെ കേസ് വരുമ്പോഴത്തേക്കും ആ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ അതും കൂടി റിയാക്ട് ചെയ്യും. അപ്പൊ മോയിസ്റ്റ് എയർ ആയ ഓക്സിജനും വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാവരും ചേർന്നിട്ട് കോപ്പറിനെ റിയാക്ട് ചെയ്തിട്ട് കോപ്പർ ഹൈഡ്രോക്സൈഡ് CuOH ട്വൈസ്. ഹൈഡ്രോക്സൈഡ് എന്നുണ്ടെങ്കിൽ ആര് വരും എന്ന് പറഞ്ഞു, OH വരും എന്ന് പറഞ്ഞു. കോപ്പർ ഹൈഡ്രോക്സൈഡ് CuOH ട്വൈസും കോപ്പർ കാർബണേറ്റ് CuCO3യും വരും. ഇതാണ് നമ്മുടെ ക്ലാവ് എന്ന് പറയുന്ന സാധനം, വിച്ച് ഇസ് എ ഡൾ ഗ്രീൻ കോട്ടിംഗ്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് അറിയാം. ഇപ്പൊ ഈ അയൺ ഓക്സൈഡിനെ നമ്മൾ ഒരു വെള്ളത്തിൽ അലിയിച്ചിട്ട്, നമ്മൾ വെള്ളത്തിലിട്ട് കറക്കിയിട്ട് അതിൽ പിടിച്ചിട്ട് നമ്മൾ ഇത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാണെന്ന് വിചാരിച്ചോളൂ. അതേപോലെ മെഗ്നീഷ്യം ഓക്സൈഡിനെ വെള്ളത്തിൽ അലിയിച്ചിട്ട് ഈ സാധനം, അതായത് മെഗ്നീഷ്യം ഓക്സൈഡ് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നമുക്കറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിടുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. ഹൈഡ്രോക്സൈഡ് ഉണ്ടായിട്ട് നമ്മൾ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് സാധാരണ എങ്ങനെയാ ടെസ്റ്റ് ചെയ്യണേ, ലിറ്റ്മസ് പേപ്പർ വെക്കാം. ഒന്നില്ലെങ്കിൽ ബ്ലൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റെഡ് യൂസ് ചെയ്യാം. ആസിഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കിയേ, ബ്രൈബ് ഓർത്താൽ മതിയേ, BRB, ബേസ് റെഡിനെ ബ്ലൂ ആക്കും. അപ്പൊ ആസിഡോ ബേസ് റെഡിനെ ബ്ലൂ ആക്കും, ബ്രൈബ് എന്നാണ് ഞാൻ എപ്പോഴും ഓർക്കാട്ടോ. അതേസമയം ആസിഡ് ആണെങ്കിൽ
ആസിഡ് ബ്ലൂ കളറിനെ ചേഞ്ച് ചെയ്യും. ABC ആസിഡ് ബ്ലൂ കളറിനെ ചേഞ്ച് ചെയ്യും. ആസിഡ് ബ്ലൂനെ റെഡ് ആക്കി മാറ്റും. അപ്പൊ ബ്ലൂ കളർ ലിറ്റ്മസ് ഇട്ടാ അത് റെഡ് കളറാക്കി മാറ്റുന്നതാണ് ആസിഡ്. അതേസമയം ബേസ് ആണെങ്കിൽ എങ്ങനെയാണ്? റെഡ് കളറിനെ ബ്ലൂ കളർ ആക്കിയിട്ട് മാറ്റും. അപ്പോ എന്താ സംഭവിക്കാന്നറിയോ? എല്ലാ മെറ്റൽ ഓക്സൈഡ്സും ഉണ്ടല്ലോ ബേസിക് നേച്ചർ ആണ്. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്, എല്ലാ മെറ്റൽ ഓക്സൈഡ്സും ബേസിക് നേച്ചർ ആണ്. അപ്പൊ എന്ത് കളറാ വരിക? ബേസ് റെഡിനെ ബ്ലൂ ആക്കുക. അപ്പൊ റെഡ് ലിറ്റ്മസ് ഞാൻ ഇടുകയാണെങ്കിൽ അത് ബ്ലൂ ലിറ്റ്മസ് ആക്കി മാറ്റാനുള്ള കഴിവ് ഈ പറഞ്ഞ എല്ലാ ടീംസിനുണ്ട്. അപ്പൊ 3 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചത്. അയൺ റിയാക്ട്സ് വിത്ത് മോയിസ്ചർ, അതായത് ആരൊക്കെയാ? ഓക്സിജനും വാട്ടറും കൂടി ചേർന്ന് റസ്റ്റ്, Fe2O3.XH2O. ഈ അയണിന്റെ റസ്റ്റിനെ ഞാൻ എന്ത് ചെയ്തു? കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് അതിനെ പിടിച്ചിട്ട് ഇളക്കിയിട്ട് അതിൽ കൊണ്ടുപോയിട്ട് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് കളറായി മാറും? ബ്ലൂ കളറായിട്ട് മാറും. അതേപോലെ മെഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ. അപ്പൊ മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും, വിച്ച് ഇസ് MgO ഉണ്ടാവും. അതിനെ ഞാൻ വെള്ളത്തിലിട്ട MgO വെള്ളത്തിലിട്ട ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും, MgOH ട്വൈസ് ഉണ്ടാവും. MgOH ട്വൈസ് ആയ ഹൈഡ്രോക്സൈഡ് നമ്മൾ നേരത്തെ റെഡ് കളർ ലിറ്റ്മസ് ഇട്ട് കഴിഞ്ഞാൽ ബ്ലൂ കളർ ആയിട്ട് മാറും. ഇനി നമ്മൾ കോപ്പർ എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഒരു കോപ്പർ വെസലിനെ ഞാൻ കുറെ ദിവസം മോയിസ്റ്റ് എയറിൽ പിടിച്ചിട്ടാ എന്ത് സംഭവിക്കും? നമ്മുടെ കോപ്പറിന് പച്ച കളറായിട്ട് മാറും. ഓക്കെ, നമ്മുടെ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ടല്ലോ, പണ്ട് ശരിക്കും കോപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ബ്രൗൺ കളർ ആയിരുന്നു, നല്ല എന്താ പറയാ, ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളർ ഗോൾഡൻ കളർ മെറ്റൽ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ക്ലാവ് പിടിച്ചിട്ടാണ് ഇപ്പോഴത്തെ കളറായി മാറിയേ എന്നാ പറയണം. ഓക്കെ, അപ്പൊ ഈ ഗ്രീൻ കളർ കോട്ടിങ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? മോയിസ്റ്റ് എയറുമായിട്ട് റിയാക്ട് ചെയ്തത്, അതായത് വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ പോലത്തെ മോയിസ്റ്റ് എയറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോ കോപ്പർ ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ OH ഉണ്ടാവും, കാർബണേറ്റ് ആണെങ്കിൽ CO3 ഉണ്ടാവും. അപ്പൊ CuOH ട്വൈസും CuCO3 ഉണ്ടായി. മനസ്സിലായോ? ഇതും ഈ പറയുന്നത് പോലെ ഏത് മെറ്റൽ ഓക്സൈഡ് ആണെങ്കിലും ബേസിക് ഇൻ നേച്ചർ ആണ്. ബേസിക് നേച്ചർ ആണെങ്കിൽ ഉറപ്പായിട്ടും ബേസിക് ബ്രൈബ് ഓർക്കുക, ബേസ് റെഡിനെ ബ്ലൂ ആക്കും. മനസ്സിലായോ? ഇനി നോൺ മെറ്റൽസ് നോക്കിയാ, നോൺ മെറ്റൽസിനെ നമ്മൾ ഇതേപോലെ ഒരു ഡീഫ്ലഗ്രേറ്റിംഗ് സ്പൂൺ എന്നാണ് പറയാ. അപ്പൊ ഈ ഡീഫ്ലഗ്രേറ്റിംഗ് സ്പൂൺ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വലിയ മെറ്റൽ ഒരു വലിയൊരു ബോട്ടിൽ മെറ്റാലിക് വയർ എടുത്തിട്ട് അതിനൊരു ക്യാപ്പിന്റെ മുകളിൽ ഇട്ടിട്ട് ചുറ്റിട്ട് ഇതേപോലെ ഒരു ഷേപ്പ് തരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് സൾഫർ ഇട്ടിട്ട് സൾഫറിനെ ബേൺ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ജാറിന്റെ ഉള്ളിൽ അടച്ചു വെക്കണം. അപ്പൊ ഇതിന്റെ അകത്തൊരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ലിഡ് അടയ്ക്കണം. എന്നിട്ട് ആ ടംബ്ലറിൽ നന്നായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്യണം. അപ്പൊ ആ ഗ്യാസ് ആ വെള്ളത്തിൽ അലിയും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചത്. അപ്പൊ ഇത്രയും കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചോ. എന്ത് സംഭവിക്കും? സൾഫറിനെ ആദ്യം കത്തിക്കാന്ന് പറഞ്ഞാൽ എന്താന്നാ നമ്മൾ പറഞ്ഞേ? റിയാക്ടിങ് വിത്ത് ഓക്സിജൻ. അപ്പൊ സൾഫർ പ്ലസ് ഓക്സിജൻ വിൽ ഗിവ് യു സൾഫർ ഓക്സൈഡ്. ഇതിൽ എല്ലാത്തിലും ഓക്സൈഡ് ആണ് കിട്ടിയല്ലേ നമുക്ക്. ഓക്സൈഡ് വെള്ളത്തിൽ അലിയുമ്പോൾ ഹൈഡ്രോക്സൈഡ് കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ അയൺ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ, അയൺ ഓക്സൈഡ് കിട്ടും. മെഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ, മെഗ്നീഷ്യം ഓക്സൈഡ് കിട്ടും. കോപ്പർ റിയാക്ട്സ് വിത്ത് ആക്ച്വലി ഓക്സിജൻ ആയിട്ട് റിയാക്ട് ആണെങ്കിൽ കുപ്രിക് ഓക്സൈഡ്സ്, കോപ്പർ ഓക്സൈഡ്സ് കിട്ടും. വെള്ളം കൂടി ഉള്ളപ്പോഴാണ് ഹൈഡ്രോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളപ്പോഴാണ് കാർബണേറ്റ്, അങ്ങനെ കിട്ടുന്നത്. ഇതേപോലെ സൾഫർ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഗിവ് വാട്ട്? സൾഫർ ഡയോക്സൈഡ്. കുറേ ഓക്സിജൻ ഉണ്ടെങ്കിൽ സൾഫർ ട്രയോക്സൈഡും കൂടി കിട്ടും. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ സൾഫറും ഓക്സിജനും കൂടിയിട്ട് സൾഫർ ഡയോക്സൈഡ്. അപ്പൊ ഇതിനകത്ത് ആരല്ലേ? സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് കിട്ടി. സൾഫർ ഡയോക്സൈഡ് SO2 കിട്ടി. ഇനി ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു, അതായത് സൾഫർ ഡയോക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും. അപ്പൊ ആര് വരും എന്നറിയോ? സൾഫ്യൂറസ് ആസിഡ് വരും. സൾഫ്യൂറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ H2SO3, സൾഫ്യൂറസ് ആസിഡ് കിട്ടും. ഇനി നമ്മള് ഈ സാധനം ടെസ്റ്റ് ചെയ്ത് നോക്കാണ്. അപ്പൊ എന്താ സംഭവിക്കണേ? സൾഫ്യൂറസ് ആസിഡ്, പേര് കേട്ടാൽ തന്നെ അറിയില്ലേ, ആസിഡിക് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ആസിഡ് ബ്ലൂനെ ചേഞ്ച് ചെയ്യും. ആസിഡ് ബ്ലൂ കളർ ലിറ്റ്മസിനെ റെഡ് കളറാക്കി മാറ്റും. മനസ്സിലായോ? അപ്പൊ ഇതാണ് നോൺ മെറ്റൽ
മെറ്റൽസ് ആഡ് ചെയ്യുമ്പോൾ ഉള്ള നോൺ മെറ്റൽസ് കത്തിക്കുമ്പോഴത്തേക്കും ഉള്ള സംഭവം. ആസിഡ് ബ്ലൂ കളർ ലിറ്റ്മസിനെ റെഡ് കളർ ആക്കിയിട്ട് മാറ്റും. സോ ജനറലി ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ ആണ് ഉള്ളത്. മനസ്സിലായോ? ഇനി നോക്കിയേ, ബേസ്, കുറച്ച് കോമൺ ആയിട്ടുള്ള ബേസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? എല്ലാ ഹൈഡ്രോക്സൈഡ്സും ബേസസ് ആണ്. കാൽഷ്യം മെറ്റൽ ആണ്, പൊട്ടാഷ്യം മെറ്റൽ ആണ്, സോഡിയം മെറ്റൽ ആണ്, മെഗ്നീഷ്യം മെറ്റൽ ആണ്, അലൂമിനിയം മെറ്റൽ ആണ്. ഇതെല്ലാം നമ്മൾ കോമൺ മെറ്റൽസിൽ പഠിച്ചേക്കണ സാധനം. അപ്പൊ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇസ് എ കോമൺ ബേസ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് കോമൺ ബേസ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. സോപ്പിലൊക്കെ ഉള്ള സാധനങ്ങളാണ് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണ സോപ്പുകൾ. അതേപോലെ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ വയറിനൊക്കെ ഭയങ്കര അസിഡിറ്റി ഒക്കെ ആണെങ്കിൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം. അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, ഇതിലേക്ക് ഏത് മെറ്റൽ ഉള്ളത്? കാൽഷ്യം മെറ്റൽ ആണ്, പൊട്ടാഷ്യം മെറ്റൽ ആണ്, സോഡിയം മെറ്റൽ ആണ്, മെഗ്നീഷ്യം മെറ്റൽ ആണ്, അലൂമിനിയം മെറ്റൽ ആണ്. എല്ലാത്തിനും OH ഉണ്ടാവും. അപ്പൊ എത്ര OH ഉണ്ടാവും എന്നുള്ളതാണ് വ്യത്യാസം. CaOH ട്വൈസ്, KOH, NaOH, മെഗ്നീഷ്യം MgOH ട്വൈസ്, അലൂമിനിയം AlOH ത്രൈസ്, അങ്ങനെയായിരിക്കും വരുന്നത്. ഇത് കാണാണ്ട് പഠിക്കണ്ട കേട്ടോ, ജസ്റ്റ് പേരുകൾ മാത്രം പഠിച്ചാൽ മതി. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. കാരണം കോമൺ മെറ്റൽസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൊട്ടാഷ്യം, സോഡിയം, മെഗ്നീഷ്യം, അലൂമിനിയം, കാൽഷ്യം. അപ്പൊ ഇതിലെ മെറ്റൽസ് ആരൊക്കെയാ? എല്ലാത്തിന്റെയും ഹൈഡ്രോക്സൈഡ്സ് ബേസസ് ആണ്. മെറ്റൽ ആരൊക്കെയാന്ന് അറിയാലോ? കാൽഷ്യം മെറ്റൽ ആണ്, പൊട്ടാഷ്യത്തിന്റെ സിമ്പൽ K ആണ്, സോഡിയത്തിന്റെ സിമ്പൽ Na ആണ്, സോഡിയം ആണ് ഇവിടെ മെറ്റൽ. മെഗ്നീഷ്യം ആണ് ഇവിടെ മെറ്റൽ, മെഗ്നീഷ്യത്തിന്റെ സിമ്പൽ Mg ആണ്. അലൂമിനിയം ആണ് ഇവിടെ മെറ്റൽ, അലൂമിനിയത്തിന്റെ സിമ്പൽ Al ആണ്. ഇനി ആസിഡ്സോ? നമ്മൾ പറഞ്ഞു നോൺ മെറ്റലിന്റെ ഓക്സൈഡ്സിനെ വെള്ളത്തിൽ അലിയിക്കുന്നതിനെയാണ് ആസിഡ് എന്ന് പറയാം. സൾഫ്യൂരിക് ആസിഡില് ആരാണ് നോൺ മെറ്റൽ? സൾഫർ. ഹൈഡ്രോക്ലോറിക് ആസിഡില് HCl, സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുല എന്താ? H2SO4. സൾഫറും ഓക്സിജനും നോൺ മെറ്റൽ. ഹൈഡ്രോക്ലോറിക് ആസിഡില് HCl, ക്ലോറിൻ ആണ് നോൺ മെറ്റൽ. നൈട്രിക് ആസിഡ് HNO3, നൈട്രജൻ ആണ് ഇവിടെ നോൺ മെറ്റൽ. ഫോസ്ഫോറിക് H3PO4, ഫോസ്ഫറസ് ആണ് ഇവിടെ നോൺ മെറ്റൽ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ മാക്സിമം ഇപ്പൊ തന്നെ കാണാണ്ട് പഠിച്ചാൽ അടുത്ത വർഷം കുറെയൊക്കെ എളുപ്പം ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഇത്രയും സാധനങ്ങൾ മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്താണെന്നറിയോ? വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വാട്ടറുമായിട്ട് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സോഡിയം എന്ന് പറയുന്നത് ഭയങ്കര റിയാക്റ്റീവ് ആണ്. സോഡിയം Na പ്ലസ് വാട്ടർ എടുത്ത ഹൈഡ്രോക്സൈഡ്, നേരത്തെ പറഞ്ഞില്ലേ നമ്മള് NaOH ഉണ്ടാവും, കഴിഞ്ഞു പരിപാടി. പക്ഷെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. സോഡിയം ഒക്കെ ഓക്സിജനുമായിട്ടാണെങ്കിലും വാട്ടറുമായിട്ടാണെങ്കിലും വിഗറസ്, തീയൊക്കെ പിടിച്ചിട്ടാണ് ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. പൊട്ടാഷ്യം എസ്പെഷ്യലി തീ പിടിച്ചിട്ട് ഇങ്ങനെ ഓടി നടക്കും, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന പറയാം. അതേസമയം ഭയങ്കര ചൂടുമാണ്, ഭയങ്കര എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആ ബോട്ടിൽ പിടിച്ചു നോക്കിയാൽ ഭയങ്കര ചൂടായിരിക്കും, അതായത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ സോഡിയം പൊട്ടാഷ്യം പോലത്തെ, പൊട്ടാഷ്യം K ആണ് സിമ്പിൾ, സോഡിയം Na ആണ് സിമ്പിൾ. അപ്പൊ Na അതായത് സോഡിയം, പൊട്ടാഷ്യം K ഒക്കെ ഈ ഓക്സിജൻ ചുമ്മാ നമ്മൾ കൊണ്ടുപോയിട്ട് എയറിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ കത്തി പിടിക്കും, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തിട്ട്. സോഡിയവും പൊട്ടാഷ്യവും ഒക്കെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? Na2O ഓക്സൈഡ് ഉണ്ടാവും, K2O പൊട്ടാഷ്യം ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ് ഉണ്ടാവും. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചല്ലോ ഓക്സൈഡ് ഉണ്ടാവുന്നത്. ഇതൊക്കെ ഭയങ്കര എക്സോതെർമിക്കാ, കുറെ ചൂട് റിലീസ് ചെയ്യും. അപ്പൊ ഇതൊക്കെ തീർന്നു പോകും അല്ലെ, എണ്ണയും കെയും ഒക്കെ തീർന്നു പോകും. അതേപോലെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ, നമ്മൾ ഇപ്പൊ പഠിച്ചേ ഉള്ളൂ അല്ലെ, ബേസിക് ഇൻ നേച്ചർ. അപ്പൊ നമ്മൾ ഇതിനെ എവിടെ പിടിച്ച് സ്റ്റോർ ചെയ്യും? ഇതിനെ പിടിച്ച് സ്റ്റോർ ചെയ്യുന്നത് കെറസിന്റെ ഉള്ളിൽ, മണ്ണെണ്ണയുടെ ഉള്ളിൽ പിടിച്ചിട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ എന്താ? ഓക്സിജനുമായിട്ടും ബന്ധം വരില്ല, വാട്ടറായിട്ടും ബന്ധം വരില്ല. ബിക്കോസ് നമ്മൾ രണ്ടിടത്തിനെയും, സോഡിയത്തിനെയോ പൊട്ടാഷ്യത്തിനെയോ ഈ പറയുന്നത് പോലെ പുറത്തെങ്ങാനും വെച്ച് കഴിഞ്ഞാൽ അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം മെറ്റൽ ഓക്സൈഡ് ആയ Na2O ഉണ്ടാവും. അല്ല വെള്ളത്തിലാണെന്ന്, വെള്ളം അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത സോഡിയം ഹൈഡ്രോക്സൈഡ്, ബേസിക് നേച്ചർ ഉള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ സാധാരണ ടെറസിന്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? നമ്മൾ പുതിയ വാക്ക് ഏതാ പഠിച്ച? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ബിക്കോസ് ദിസ് റിയാക്ഷൻ റിലീസസ് ലോട്ട് ഓഫ് ഹീറ്റ്. അതേസമയം
അയൺ പോലത്തെ മെറ്റൽ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ എല്ലാ മെറ്റൽസും ഒരേപോലെയല്ല റിയാക്ട് ചെയ്യുന്നത്. ചിലത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും, അതേസമയം ചിലത് പതുക്കെ സമയവും കാലവും എടുത്തിട്ടൊക്കെ. ഗോൾഡ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ ഒന്നും റിയാക്ട് ചെയ്യില്ല. അപ്പൊ ഭയങ്കര ലെസ് റിയാക്റ്റീവ് ആണ് ഗോൾഡ് പോലത്തെ മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പൊ അയണും ഈ സോഡിയത്തിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ലെസ് റിയാക്റ്റീവ് ആണ്. അത് വെള്ളവുമായിട്ട് സാന്ന് പറഞ്ഞ് പതുക്കെ റിയാക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ സമയം ഡിഫറെന്റ് ആയിരിക്കും. സോ റിയാക്ട്സ് വിത്ത് വാട്ടർ വെരി വെരി സ്ലോലി. അയണുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അയണും വെള്ളവുമായിട്ട് അയൺ ഹൈഡ്രോക്സൈഡ് റസ്റ്റ് ഒക്കെ ഫോം ചെയ്യുന്നത് ഈ വെള്ളവുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇനി നമ്മൾ നോക്കി നോൺ മെറ്റൽസ് എങ്ങനെയാണ്. നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ശരിക്കും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യില്ല. നോൺ മെറ്റൽ ജനറലി ഡോണ്ട് റിയാക്ട് വിത്ത് വാട്ടർ. പക്ഷെ ചിലത് എയറുമായിട്ട് ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കിയാൽ ജനറലി നോൺ മെറ്റൽസ് ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. മനസ്സിലായോ? അത് മറക്കരുത്. അതുകൊണ്ട് തന്നെ എന്താണ്, വെള്ളത്തിന്റെ ഉള്ളിലാണ് നോൺ മെറ്റൽസിനെ സ്റ്റോർ ചെയ്യണേ. അതേസമയം സോഡിയം പൊട്ടാഷ്യം എവിടെ നമ്മൾ സ്റ്റോർ ചെയ്യണേ? കെറസിന്റെ ഉള്ളിലാണ് സോഡിയം പൊട്ടാഷ്യം പോലത്തെ വെള്ളവുമായിട്ട് കത്തിപ്പിടിക്കുന്ന പോലെ റിയാക്ഷൻ നടത്തുന്ന മെറ്റൽസിനെ സ്റ്റോർ ചെയ്യുന്നത്. നോൺ മെറ്റൽസ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് വെള്ളത്തിന്റെ ഉള്ളിലാണ് നോൺ മെറ്റൽസിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ പക്ഷെ ഓക്സിജനുമായിട്ട് നമ്മുടെ ചില നോൺ മെറ്റൽസ് റിയാക്ട് ചെയ്യും. അതിന്റെ എക്സാമ്പിൾ എന്താണെന്നറിയോ? ഫോസ്ഫറസ് ഒരു നോൺ മെറ്റൽ ആണ്. ഫോസ്ഫറസ് ഭയങ്കരമായിട്ട് എന്താ പറയാ എക്സ്പ്ലോസീവ്ലി കത്തും. എന്നിട്ട് ഫോസ്ഫറസ് ഓക്സൈഡ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര കത്തിപ്പിടിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ഉണ്ടാവും നമ്മൾ ഓക്സിജനുമായിട്ട് എക്സ്പോസ് ചെയ്താൽ തന്നെ ഫോസ്ഫറസിന്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ വെള്ളത്തിന്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ഫോസ്ഫറസ് ഇസ് എ വെരി വെരി റിയാക്റ്റീവ് നോൺ മെറ്റൽ ആണ്. ഇറ്റ് ക്യാച്ചസ് ഫയർ വരെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോസ്ഫറസിനെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് എക്സ്പോസ് ചെയ്യിപ്പിക്കാതെ നമ്മൾ വെള്ളത്തിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ വെള്ളവുമായിട്ട് മനസ്സിലായോ? നമ്മുടെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാക്കും. അതെല്ലാം എന്നിട്ട് വെള്ളം അലിയിച്ച് നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. മെറ്റൽ ഹൈഡ്രോക്സൈഡ് അതെല്ലാം ബേസിക് ഇൻ നേച്ചർ ആണ്. അതേസമയം നോൺ മെറ്റൽസ് കത്തി കഴിയുമ്പോഴത്തേക്കും ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽ ഉണ്ടാവും. അതിനെ നമ്മൾ വെള്ളമായിട്ട് അലിയിച്ച ആസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പൊ ചില മെറ്റൽസ് ഭയങ്കര റിയാക്റ്റീവ് ആണ്. സോഡിയം പോലത്തെ മെറ്റൽസ് റിയാക്റ്റീവ് ആണ്. വെള്ളവുമായിട്ട് അലിയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. എക്സോതെർമിക് റിയാക്ഷൻ, അതായത് കുറെ ഹീറ്റ് റിലീസ് ചെയ്യും. അതുകൊണ്ട് അതിനെ കെറസിനിൽ സ്റ്റോർ ചെയ്യും. അയൺ കമ്പാരിറ്റീവ്ലി ലെസ് റിയാക്റ്റീവ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ നോൺ മെറ്റൽസ് വെള്ളവുമായിട്ട് ജനറലി റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അതിനെ വെള്ളത്തിന്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു. ഇനി ഫോസ്ഫറസ് പോലത്തെ പക്ഷെ മെറ്റൽസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര റിയാക്റ്റീവ് ഇൻ എയർ ആണ് എന്നുള്ളത് നമുക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഇനി നോക്കിക്കഴിഞ്ഞാൽ ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ മെറ്റൽസിനെ നമ്മൾ ജനറലി ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോണ്ടല്ലോ ഒരു സോൾട്ട് ഉണ്ടാവും, കൂട്ടത്തിൽ ഹൈഡ്രജനും ഉണ്ടാവും. സാധാരണഗതിയിലുള്ള മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ട് ഉണ്ടാവും, കൂട്ടത്തിൽ ഹൈഡ്രജൻ ഉണ്ടാവും. എക്സാമ്പിൾ മെഗ്നീഷ്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലോണം റിയാക്ട് ചെയ്യുന്ന ഒരു ടീമാണ്, മെറ്റലാണ്. അപ്പൊ മെഗ്നീഷ്യം HCl കൂടി വന്നാൽ ഈ ഹൈഡ്രജൻ പോവും, ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട്. Mgയും Clഉം ഒന്നിച്ചു വരും, MgCl2. ഓക്കെ, ഈ ഫോർമുല എങ്ങനെയാണ്? മെഗ്നീഷ്യം ക്ലോറൈഡ് എന്നാണ് ഇതിന്റെ പേര്. ഫോർമുല എങ്ങനെയാണ്, പേരെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അടുത്ത വർഷമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇപ്പൊ സോഡിയം എടുത്തു നീ വിചാരിച്ചോ, നല്ല റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആണ് സോഡിയം. സോഡിയവും HClഉം വന്നു നീ വിചാരിച്ചോളൂ. Naയും Clഉം ഒന്നിച്ചു വന്നു, NaCl എന്നാണ് വരുന്നത്. NaCl പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് പുറത്തേക്ക്, ബബിൾസ് പുറത്തേക്ക് വരും. ഓക്കെ, അതേസമയം സോഡിയവും H2SO4 വന്നു എന്ന് വിചാരിച്ചോളൂ. H2SO4 സൾഫ്യൂരിക് ആസിഡ്, ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇത് സൾഫ്യൂരിക് ആസിഡ്. അപ്പൊ സൾഫ്യൂരിക് ആസിഡ് സോഡിയവും കൂടി റിയാക്ട് ചെയ്ത Naയും SO4, Na2SO4 പ്ലസ് ഹൈഡ്രജൻ പുറത്തേക്ക് വന്നു, Na2SO4ഉം ഹൈഡ്രജനും. ഇതൊരു സോൾട്ട് ആണ്, ഇത് വേറൊരു സോൾട്ട് ആണ്, ഇത് വേറൊരു സോൾട്ട് ആണ്. അപ്പൊ ആസിഡും മെറ്റലും കൂടി ചേർന്ന് ഉണ്ടാവുമ്പോൾ സോൾട്ടും ഉണ്ടാവും, കൂട്ടത്തിൽ ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും.
അപ്പൊ ഈ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വരുമ്പോ ഉണ്ടല്ലോ, ഹൈഡ്രജൻ ഗ്യാസ് ആണെന്ന് തിരിച്ച്, ഹൈഡ്രജൻ ഗ്യാസിന് കളറൊന്നുമില്ല. അപ്പൊ തിരിച്ചറിയാൻ ഒരു മാർഗമുണ്ട്. എന്താണ് മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിന്റെ മുകളില് ഇങ്ങനെ കത്തുന്ന എന്തെങ്കിലും ഒരു കമ്പ് വെച്ചു എന്ന് വിചാരിച്ചാൽ അതിങ്ങനെ പോപ്പ് 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 ടക്കട്ടക്കട്ടക്കട്ട സൗണ്ട് വെച്ചിട്ട് കത്തും. ഇങ്ങനെ പോപ്പ് സൗണ്ട് ഉണ്ടാക്കാൻ കഴിവുള്ള ഗ്യാസ് ആണെങ്കിൽ ആ ഗ്യാസ് ഹൈഡ്രജൻ ആയിരിക്കും. മനസ്സിലായോ? പോപ്പ് സൗണ്ട്, ഒരു മാച്ച് സ്റ്റിക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് ഈ ഗ്യാസിന്റെ മുകളിൽ വെക്കുമ്പോഴത്തേക്കും ദ മാച്ച് സ്റ്റിക് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പുറത്ത് വരുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ കണ്ടു സോഡിയം മെഗ്നീഷ്യം എല്ലാത്തിനും ഹൈഡ്രജൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയ മെഗ്നീഷ്യം റിബണിനെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ഡൈല്യൂട്ട് ആയിട്ടുള്ള, ഡൈല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ ശക്തി ഉണ്ടാവില്ല. ഒരു സ്പൂൺ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു, ഒരു സ്പൂൺ, അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ബീക്കറിൽ മൊത്തം വെള്ളം ഒഴിച്ചു, അപ്പൊ ഡൈല്യൂട്ട് ആണ്. അതേസമയം കുറെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ കുറച്ച് വെള്ളമാണെങ്കിൽ അതിന്റെ അർത്ഥം കോൺസെൻട്രേറ്റഡ് ആസിഡ് ആണെന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈല്യൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. അപ്പൊ മെഗ്നീഷ്യത്തിനെ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ അത് സാധാരണ രീതിയിൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാക്കും, ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യിപ്പിക്കും. അതേസമയം ചൂടാക്കിയ വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ടാവും? MgCl2 ഉണ്ടാവും, കൂട്ടത്തിൽ ഹൈഡ്രജൻ ഗ്യാസും കൂടി ഉണ്ടാവും. അതേസമയം H2SO4 ആണെങ്കിലോ MgSO4 ഉണ്ടാവും അല്ലെ, Mg പ്ലസ് H2SO4. അപ്പൊ Mgയും SO4ഉം ഒന്നിച്ച് MgSO4 പ്ലസ് H2 ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ ഇവിടെ MgSO4 ഉണ്ടാവും, ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. വാം ആണെങ്കിൽ വിഗറസ് ആയിട്ട് ഇതേ സാധനം തന്നെ ഉണ്ടാവും. അലൂമിനിയം എന്ത് സംഭവിക്കും? അലൂമിനിയം പ്ലസ് HCl സാധാരണ റൂം ടെമ്പറേച്ചറിൽ സന്തോഷമായിട്ട് ഇത് AlCl3യുടെ കൂട്ടത്തിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാക്കും, മറ്റേ ചൂടാക്കിയ വിഗറസ് റിയാക്ഷൻ ഉണ്ടാക്കും. അതേസമയം ഇവിടെ AlSO4, ഇത് ഭയങ്കര പാടാണ്, Al2SO4 ത്രൈസ് എന്നാണ് വരുന്നത്. Al2SO4 ത്രൈസ് പ്ലസ് ഹൈഡ്രജൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് ബേസിക്കലി ഉണ്ടാവും. അപ്പൊ ചൂടാക്കിയ വിഗറസ് റിയാക്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അയൺ ഫൈലിങ്സോ HClന്റെ കൂടെ അയൺ ആണെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ച് പതുക്കെ സ്ലോ റിയാക്ഷൻ ആയിരിക്കും. അയൺ ഒക്കെ കുറച്ച് റിയാക്ഷൻ ഒക്കെ കുറഞ്ഞ സാധനമാണ്. അപ്പൊ അയണിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. FeCl3 ഉണ്ടാവും. ഓക്കെ, പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ഓഫ് കോഴ്സ് എന്താണെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ Fe2SO4 ത്രൈസ് അയൺ സൾഫേറ്റ്, FeSO4 പ്ലസ് ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും. അപ്പൊ ചൂടാക്കിയ കുറച്ച് ഫാസ്റ്റ് റിയാക്ഷൻ, വിഗറസ് ആയിട്ടൊന്നും നടക്കില്ല, ഫാസ്റ്റ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. മനസ്സിലായി? എല്ലാത്തിന്റെ കൂടെ ഇപ്പൊ Cl ആണെങ്കിൽ Cl കൂട്ടത്തിൽ ഉണ്ടാവും. എത്രയാണ്, 3 ആണോ 4 ആണോ എന്നുള്ളത് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. എഴുതി പഠിച്ചാലേ ഇതൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഡിസാർട്ട് ഉണ്ടാവരുത്, ഇത് ബേസിക്സ് ആണ്. നമ്മൾ കുഞ്ഞിലെ ABCD പഠിച്ചപ്പോഴത്തേക്കും കുറെ കരഞ്ഞില്ലേ? പക്ഷെ ഇപ്പൊ എങ്ങനെയാണ്? ABCD അല്ല കാണുന്നത്, മറിച്ച് നമുക്ക് വാക്കുകളും നമുക്ക് സെന്റൻസും നമുക്ക് അർത്ഥങ്ങളും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? പക്ഷെ അന്ന് കരഞ്ഞതിന്റെ ഗുണം നമുക്ക് പിന്നെയാണ് കിട്ടിയത്. അതേപോലെ ഇതൊക്കെ ബേസിക്സ് ആണ്. അപ്പൊ ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തില് ബാക്കിയുള്ളത്, നമുക്ക് ബാക്കി 10th പഠിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. കോപ്പർ